ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ക്ലയൻറ്റും എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് വിളിച്ച് ചോദിച്ചായിരുന്നു, സാറിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്, പക്ഷേ എനിക്കൊരു ചെറിയൊരു കാര്യം സാറിൻ്റെ അടുത്ത് പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് സാറേ? എനിക്ക് ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് ഭയങ്കര ചിരി വന്നു. സന്തോഷമായിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സിമ്പിൾ കാര്യമേ ഉള്ളൂ. അത് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയാം. ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ജീവിതത്തിൽ സന്തോഷം തീർച്ചയായും ഉണ്ടായിരിക്കും. പക്ഷെ അത് ദിവസവും ഫോളോ ചെയ്യണമെന്ന് മാത്രം. ഞാനൊരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ട്, അത് ഐഫോണോ എന്ത് ഫോണോ എത്ര വിലപിടിപ്പുള്ള ഫോണോ ആയിക്കോട്ടെ, അത് ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ചാർജ് ചെയ്താൽ ഒരു ദിവസം നിൽക്കത്തുള്ളൂ, ഇല്ലേ? അല്ലേ? അരമണിക്കൂർ ചാർജ് ചെയ്യുമ്പോൾ ഒരു ദിവസം കിട്ടുന്നു. പിറ്റേന്ന് ചാർജ് ചെയ്തില്ലെങ്കിൽ ആ ഐഫോൺ കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ജീവിതത്തിൽ സന്തോഷവും ലഭിക്കാൻ. നമ്മൾ ദിവസവും കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം നമുക്ക് സന്തോഷമുണ്ട്. അടുത്ത ദിവസം ആ സന്തോഷം ലഭിക്കണമെങ്കിൽ വീണ്ടും ആ കാര്യം ചെയ്യുക. സിമ്പിളാണ്. ഈ സന്തോഷം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മുടെ ശരീരത്തിൽ സന്തോഷമായി ഇരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 4 ഹോർമോണുകൾ അത്യാവശ്യമായി വേണം. ഈ 4 ഹോർമോണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുകയുള്ളൂ. ഈ 4 ഹോർമോണുകൾ ഏതൊക്കെയാണ്, എങ്ങനെ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു കാറുണ്ട്. ഈ കാർ എങ്ങനെ മുന്നോട്ട് പോകണം ചിന്തിക്കുക. അതുപോലെയാണ് സന്തോഷം നമുക്ക് എങ്ങനെ വരുന്നെന്ന് പഠിക്കണം. നമ്മുടെ വീട്ടിലൊരു കാറുണ്ട്. ഈ കാർ എങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും? ആദ്യം ഇത് 4 സ്റ്റെപ്പാണ് ഉള്ളത്. 1, വീട്ടിൽ നിന്ന് കീ എടുക്കുക, അത് 1ാമത്തെ സ്റ്റെപ്പ്. 2ാമത്തത് കാർ സ്റ്റാർട്ട് ചെയ്യുക, അത് 2ാമത്തെ സ്റ്റെപ്പ്. 3ാമത്തെ സ്റ്റെപ്പ് ക്ലച്ച് പിടിച്ച് ഗിയർ പിടിച്ച് വണ്ടി ഇടുക, അത് 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ് ആക്സിലേറ്റർ കൊടുക്കുക, വണ്ടി മൂവായി തുടങ്ങും, ഇല്ലേ? 4 കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി മൂവായി പോകും. ഇതുപോലെയാണ് 4 ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ വേണം. ഈ 4 ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അത് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാം. ആദ്യം നമുക്ക് വേണ്ടത് ഏതൊക്കെ ഹോർമോണുകളാണെന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സന്തോഷത്തിൻ്റെ ആദ്യത്തെ കീ, അതായത് ആദ്യത്തെ ഹോർമോൺ എന്ന് പറയുന്നത് എൻഡോർഫിൻസ് എന്ന ഹോർമോണാണ്. ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ കീ ആയി. അത് എങ്ങനെ വരും എന്ന് നോക്കാം. ഈ എൻഡോർഫിൻസ് ഹോർമോൺ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. എങ്ങനെയാണെന്ന് നോക്കാമോ? നമ്മൾ സാധാരണ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്കും, രാവിലെ എഴിക്കുമ്പോഴത്തേക്കും എന്ത് പറയും? പറയില്ലേ? ഇങ്ങനെ പറയുമ്പോൾ ചെറിയൊരു ഉന്മേഷം വരില്ലേ? അങ്ങനെ ഈ എൻഡോർഫിൻസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അത് നമ്മൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എഴിച്ച ഉടനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ചിലൂടെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അതായത് രാവിലെ എഴിച്ച ഉടനെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് നോക്കി നോക്ക്. ഇപ്പോഴും നിങ്ങൾക്കൊരു ഉന്മേഷം വരുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോഴും തന്നെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കി വെക്കുക. നിങ്ങൾക്ക് ചെറിയൊരു ഉന്മേഷവും സന്തോഷം വന്നിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ ഇപ്പോഴും തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കുക. ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉന്മേഷം വന്നിട്ടുണ്ടോ, സന്തോഷം വന്നിട്ടുണ്ടോ നോക്കി. നിങ്ങളുടെ മുഖത്തിലും ഒരു സന്തോഷം വന്നിട്ടുണ്ട്, നോക്കി നോക്കുക. ഞാൻ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കിയേക്ക്. നിങ്ങളുടെ മുഖത്തും ഒരു ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് എന്ന ഹോർമോൺ ഉൽപ്പാദിച്ചു തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കീ ആയി കഴിഞ്ഞു, ഇല്ലേ? 2ാമത്തത് എന്താണെന്ന് നോക്കാം. സന്തോഷത്തിന്റെ 2ാമത്തെ ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ. ഇത് എങ്ങനെ ലഭിക്കും നോക്കാം. ഇതും 5 പൈസ ചിലവാക്കണ്ട. നമ്മുടെ ശരീരത്തിൽ ഈ ഓക്സിറ്റോക്സിൻ ഉൽപ്പാദിച്ചു കഴിഞ്ഞാൽ സന്തോഷം കുറച്ചുകൂടെ വരും. അത് എന്ത് ചെയ്യണം എന്ന് നോക്കാം. ഇതിന് വേണ്ടത് സ്നേഹമാണ്. നമ്മൾ സ്നേഹിക്കണം. ഈ ഓക്സിറ്റോക്സിൻ കിട്ടണമെങ്കിൽ സ്നേഹിക്കണം. സ്നേഹിച്ച് എങ്ങനെ സ്നേഹിക്കും? നിങ്ങളൊന്ന് ആലോചിക്കുക. കോളേജിലൊക്കെ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഓക്സിറ്റോക്സിൻ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്സിറ്റോക്സിൻ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നീ നല്ല സുന്ദരിയായിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കും? ഓക്സിറ്റോക്സിൻ. നമ്മുടെ കേൾക്കുന്ന ഒരാൾക്കും പറയുന്ന ഒരാൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ
ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും, അതാണ് ഓക്സിറ്റോക്സിൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും, സാറേ ഞാൻ 40 വയസ്സ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ആരാ സാർ ഐ ലവ് യു പറയാൻ പോകുന്നത്? വേണ്ട, നിങ്ങളുടെ ജീവിത പങ്കാളികളുണ്ടല്ലോ, നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണ്, അത് ആണാണോ പെണ്ണാണോ, നിങ്ങൾ അവരോട് തന്നെ നിങ്ങൾ പറഞ്ഞു നോക്കുക. രാവിലെ കഴിച്ച ഉടനെ ഈ ടച്ച് കഴിഞ്ഞ ശേഷം ഐ ലവ് യു എന്ന് അവളുടെ ചെവിയിലൊന്ന് പറഞ്ഞു നോക്കി നോക്കും. നിങ്ങൾക്കും കിട്ടും ഒരു ഓക്സിറ്റോക്സിൻ, അവർക്കും കിട്ടും ഒരു ഓക്സിറ്റോക്സിൻ. അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും, സാറേ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ അടുത്ത് എൻ്റെ പുരുഷൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം കട്ട പോകാൻ ഈ കാര്യം മാത്രം ഞാൻ പറയില്ല എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഓക്സിറ്റോക്സിൻ കിട്ടാനുള്ള വേറൊരു മാർഗം കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ ആരെയാണോ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരെ ഈ ടച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മനസ്സിൽ ഒന്ന് അവരുടെ മുഖത്തിനെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക ഐ ലവ് യു എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു വയ്ക്കുക. നിങ്ങൾ അച്ഛനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം, അല്ലെങ്കിൽ നിങ്ങളെ പഠിച്ച ഗുരുനാഥനാകാം, നിങ്ങളുടെ ദൈവങ്ങൾ ആരെയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരെ മനസ്സിൽ വിചാരിച്ചിട്ട് ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് 5-6 പ്രാവശ്യം പറഞ്ഞു നോക്കി നോക്കും. നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു ഹോർമോൺ, ഈ ഓക്സിറ്റോക്സിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അവരെയും ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, കണ്ണു അടച്ചിട്ട്, എനിക്ക് രാവിലെ ഈ ലോകത്തിന് എന്നും വെളിച്ചവും ചൂടും തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യദേവ, നിനക്ക് ഞാൻ ഐ ലവ് യു, ഐ ലവ് യു അങ്ങനെ പറയാം. അല്ലെങ്കിൽ പ്രകൃതിയോട് പറയാം, പക്ഷികളോട് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തിനോടാണെങ്കിലും ഒരു ദിവസം ഒരു 10-25 പ്രാവശ്യം ഈ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് എന്ന് പറയുക. അതുമാത്രമല്ല, ഈ നമുക്ക് ആർക്കെങ്കിലും മെസ്സേജ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് നിങ്ങൾ രാവിലെയൊക്കെ അയച്ചയക്കും ഇല്ലേ? ഈ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുമ്പോൾ ഈ ആർട്ടിൻ്റെ ഒരു സിമ്പിളും കൂടെ അയച്ചു വയ്ക്കും. ആ സിമ്പിൾ കാണുമ്പോഴത്തേക്കും അത് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന നമ്മൾ അയക്കുമ്പോൾ നമുക്കും ഒരു ഓക്സിറ്റോക്സിൻ കിട്ടും, ഇതിനെ എടുത്ത് നോക്കുന്ന ഒരാൾക്കും ഓക്സിറ്റോക്സിൻ കിട്ടും. അങ്ങനെ രാവിലെ ഒരു 5-6 പ്രാവശ്യം നമ്മൾ സ്നേഹത്തോട് സംസാരിച്ചു നോക്കുക. സ്നേഹത്തോട് സംസാരിക്കാൻ പറ്റിയില്ല എങ്കിലും ഈ സിമ്പലിലൂടെയെങ്കിലും മനസ്സിലൂടെയെങ്കിലും നമ്മൾ ഇത് കൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓക്സിറ്റോക്സിൻ കിട്ടും. നിങ്ങൾ ഒന്ന് ഇപ്പോഴും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ മെസ്സേജ് ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ആർട്ടിൻ സിമ്പിൾ ഇട്ട് നോക്കി നോക്കുക. ഒരു ആർട്ടിൻ സിമ്പിൾ ഇടുമ്പോഴത്തേക്കും നിങ്ങൾ അയക്കുമ്പോൾ ഈ ആർട്ടിനെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്. ഇത് റിസീവ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും അവർക്കൊരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളുടെ അടുത്ത് ആരെങ്കിലും ഒരു ദിവസം നിങ്ങൾ സന്തോഷമായിട്ട് ഒരു ഐ ലവ് യു എന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുക, അവളുടെ ചെവിയിലൂടെ ഒന്ന് പറഞ്ഞു നോക്കി നോക്കുക. അപ്പോഴ് കാണാൻ രണ്ടുപേർക്കും ഓക്സിറ്റോക്സിൻ കിട്ടുന്നത്. അതൊരു സുഖമുള്ള ഒരു സാധനമാണ്. അത് നമുക്ക് ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ജീവിത പങ്കാളിയോട് തന്നെ ഒന്ന് തുറന്ന് പറയുന്നവർക്ക് ഓക്സിറ്റോക്സിൻ കൂടുതലായി ലഭിക്കും. ഇതാണ് രണ്ടാമത്തെ ഹോർമോണെ കിട്ടും. ഈ ഹോർമോണോട് വന്നപ്പോൾ ഇപ്പം നമ്മൾ ഉഷാറായില്ലേ, ഇപ്പം ഒരു സ്നേഹം വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഹാപ്പിയായി, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും മാറി, ഇപ്പോൾ ചെറുതായിട്ട് ഒരു ഹാപ്പി ആയില്ലേ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇനി അടുത്തതാണ് നമ്മൾ മൂന്നാമത്തെ ഹോർമോൺ എന്താണെന്ന് പറയാൻ പോകുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഹോർമോണാണ് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ സെറോട്ടിനിൻ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ മൂന്നാമത്തെ ഭാഗം ഞാൻ പറഞ്ഞില്ലേ, ക്ലച്ച് പിടിച്ച് നമ്മൾ ഗിയർ ഇടേണ്ട പൊസിഷനിലായി, വണ്ടി മൂവിങ് പൊസിഷനിലേക്ക് ആവാൻ പോകണമെങ്കിൽ നമുക്ക് വേണ്ട മൂന്നാമത്തെ ഹോർമോണാണ് സെറോട്ടിനിൻ. ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു? ഇതിനും 5 പൈസയുടെ ചെലവില്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ 2 എണ്ണമാണ്, ഒന്ന് ഹാർട്ടും ഒന്ന് ലങ്സും. ഈ രണ്ടും സന്തോഷമായിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും? സെറോട്ടിനിൻ എന്ന ഹോർമോൺ കിട്ടും. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം കണ്ണും അടച്ചിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞുതരാം. കണ്ണും അടച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ദീർഘ ശ്വാസം വലിച്ചെടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ വന്ന് വിടുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ലങ്സും ഹാർട്ടും നല്ല രീതിയിൽ പമ്പ് ചെയ്യും താഴോട്ടും. ഇത് നമ്മുടെ ശരീരത്തിൽ രാവിലെ ഹാർട്ടിനും ലങ്സിനും നല്ല ഉന്മേഷം കിട്ടും. അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും, അകത്തുള്ള എല്ലാ ഭാഗങ്ങളും ഒരു നല്ലൊരു അനക്കം കിട്ടും. അതിനെല്ലാം നല്ലൊരു ബൂസ്റ്റ്, ഒരു എനർജി, അത് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്കും നല്ലൊരു എനർജി കിട്ടും. അതുകൊണ്ട് രാവിലെ ഈ 2 പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, ദീർഘശ്വാസം വലിച്ചെടുത്ത് വിടുക. പതുക്കെ വിടുക. എന്നതിന് ശേഷം ഒരു 10 പ്രാവശ്യങ്ങൾ മിനിമം ചെയ്യണം. അതിനുശേഷം ശ്വാസം
പതുക്കെ അങ്ങോട്ട് പുഷപ്പ് ചെയ്ത് വിടുക. അപ്പം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ഒരു ഉന്മേഷം കിട്ടും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ മൂന്നാമത്തെ ഹോർമോണായ സെറോട്ടിൻ കിട്ടി തുടങ്ങി. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കുക. ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴിനെ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ ഒരു ഹോർമോൺ കിട്ടിയപ്പോഴത്തേക്കും നല്ല ഉന്മേഷമായെന്നൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു സന്തോഷവും ഉന്മേഷവും വന്നു തുടങ്ങിയിട്ടുണ്ട്. നോക്കിയോ. ഇനി നമുക്ക് വണ്ടി മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നാലാമത്തെ ഹോർമോൺ ഇവിടെ പഠിക്കുന്നത്. നാലാമത്തെ ഹോർമോൺ എന്താണ് നമുക്ക് നോക്കാം. ഇനി നാലാമത്തെ ഹോർമോണാണ്. നാലാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് ഡോപ്പോമിൻ എന്നാണ്. അതായത് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുക, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് എത്താനുള്ള വണ്ടി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലെത്തി സന്തോഷം ലഭിക്കുന്നതിൻ്റെ നാലാമത്തെ ഹോർമോണാണ് ഡോപ്പോമിൻ. ഇത് എങ്ങനെ ലഭിക്കും നോക്കാം. ഇതിനും 5 പൈസയുടെ ചിലവില്ല. ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം. രാവിലെ ഈ 3 പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു ലക്ഷ്യം വേണം. ഇന്ന് ആലോചിക്കുകയാണ്, കണ്ണു അടച്ച് നമുക്ക് ആലോചിക്കാം, ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഇന്ന കാര്യം ചെയ്തിരിക്കും, ഉറപ്പായിട്ട് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഇന്നൊരു സോഷ്യൽ സർവീസ് ഞാൻ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ ഇന്ന ജോലി ഞാൻ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ വീട് വയ്ക്കുന്നതിന് വേണ്ടി ഇത്ര രൂപ ഇന്ന് മാറ്റി വെച്ചിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വരുമാനത്തിൻ്റെ ഇത്ര പങ്ക് ഞാൻ എൻ്റെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കും എന്ന് വിചാരിച്ച് അന്നത്തെ ദിവസം ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് രാവിലെ എഴുച്ച ഉടനെ തന്നെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ ജിമ്മിൽ പോയി ഒരു 100 പുഷപ്പും ഇന്ന് ചെസ്റ്റിന് വേണ്ടി ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങും. പക്ഷെ അത് കംപ്ലീറ്റ് ആവില്ല. കംപ്ലീറ്റ് ആവാൻ വേണ്ടി എന്നെ എന്ത് ചെയ്യും? ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഗണേഷ്, നീ എഴുച്ചോ, റെഡിയാവും, ജിമ്മിൽ പോ, 100 പുഷപ്പ് ഇട്, നീ പറയുന്ന ചെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഡോപ്പമിൻ എന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴാണോ ജിമ്മിൽ പോയി അന്നത്തെ ദിവസത്തിൽ ആ നിമിഷത്തിൽ തന്നെ പോയി ജിമ്മിൽ പുഷപ്പും ചെയ്ത് ചെസ്റ്റും ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ച് കഴിയും. ഇത് ദിവസവും നമ്മൾ ഓരോ ലക്ഷ്യം ചിന്തിക്കുക. പക്ഷേ ഈ ലക്ഷ്യം എടുക്കുമ്പോഴത്തേക്കും ഓവറായിട്ടുള്ള നമ്മളെ കൊണ്ട് പറ്റാത്ത ലക്ഷ്യങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു 50,000 ഉള്ളൂ, ഞാൻ ഓടി കാറൊന്ന് വാങ്ങുന്ന വെച്ചാൽ നടക്കില്ല. കടം വാങ്ങിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ടാസ്ക് ദിവസവും നമ്മുടെ ശരീരത്തിന് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, നീ എടുത്ത എല്ലാ കാര്യങ്ങളും നിന്നെ കൊണ്ട് സക്സസ് ആക്കാൻ പറ്റി. ചെറിയ ചെറിയ കാര്യങ്ങൾ സക്സസ്സിലാകുന്നതിലൂടെ നമുക്ക് വലിയ ടാസ്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 100 പടിയുള്ള ഒരു പടി കെട്ടാണെന്ന് വെച്ചാൽ ഒരു പടി കയറിയാലല്ലേ രണ്ടാമത്തെ പടി കയറാൻ പറ്റുള്ളൂ. ഒരുമിച്ച് 100 പടി കയറാൻ പറ്റുമോ? ഇല്ല. ഓരോ പടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് കൂടി ഇത് നമുക്ക് നല്ലൊരു എനർജറ്റിക് കിട്ടും. ഞാൻ എന്ത് വിചാരിച്ചാലും എന്നെ കൊണ്ട് സാധിക്കും, എനിക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റും. നമ്മുടെ ഒരു ശരീരത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഇപ്പോഴും നിങ്ങളൊരു ചെറിയൊരു കാര്യം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇന്ന് ഇത്ര മണിക്കൂറിനകത്ത് ഞാൻ ഇത് ചെയ്തിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ നോക്കി ഒരു ചെറിയ ടാസ്ക് ആദ്യം എടുക്കുക. ദിവസം ഒരു ചെറിയ ടാസ്ക് എടുത്ത് അതിന് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ ഡോപ്പമിൻ കൂടെ ഉൽപ്പാദിപ്പിക്കും. ഈ 4 ഹോർമോണുകൾ ദിവസം നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്നും സന്തോഷം കിട്ടും, ഉന്മേഷം കിട്ടും. നിങ്ങൾക്ക് എന്നെ സന്തോഷം ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു നോക്കിയോ. നിങ്ങൾക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കി നോക്കുക. ഇപ്പോൾ കുറച്ചെങ്കിലും സന്തോഷം കിട്ടിയിട്ടില്ലേ? ഇതാണ് ഈ 4 ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ദിവസം ഉൽപ്പാദിപ്പിക്കണം. ഇത് ദിവസവും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ ഈ 4 ഹോർമോണുകളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദിവസവും നിങ്ങൾ ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് ഒരു 14 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് നിങ്ങൾ ചെയ്തുകൊള്ളും. 14 ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും സന്തോഷം വന്നുകൊണ്ടിരിക്കും, ഉറപ്പാണ്. ഇനി എന്തുകൊണ്ട് 14 ദിവസം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞെന്നറിയാമോ? നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് 9. ഈ 9 നവഗ്രഹങ്ങളിലും സൂര്യനും വരും, ചന്ദ്രനും വരും. ഈ ചുരുക്കി പറയുകയാണെങ്കിൽ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സാണ്. അപ്പോൾ അതിൽ 9 എണ്ണമുണ്ട്. 5 പഞ്ചഭൂതങ്ങളിൽ വായു, വെള്ളം, അഗ്നി അങ്ങനെ എല്ലാം വരും. അപ്പോൾ ഈ 9ഉം 5ഉം 14 ദിവസം എന്ന് പറയുമ്പോൾ ഈ ലോകം കംപ്ലീറ്റുമായി. ഈ 14 ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ സന്തോഷവും നമ്മുടെ ശരീരത്തിൽ വരും. അതുകൊണ്ടാണ്
14 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെയ്യാൻ പറഞ്ഞത്. ഈ 14 ദിവസം ചെയ്യുമ്പോഴത്തേക്ക് നല്ല നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉന്മേഷം കിട്ടും, സന്തോഷം വരും, ഉറപ്പായിട്ടും. ഇത് നമുക്ക് വീണ്ടും ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം വീണ്ടും ഇത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറിയാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകും എന്നുള്ളതാണ് സത്യം. ഇത് ഇന്നു മുതൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും എപ്പോഴും സന്തോഷം വരട്ടെ, നല്ലത് വരട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ ഒന്ന് ഷെയർ, അവർക്കും പ്രയോജനപ്പെടണമെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ. നന്ദി, നമസ്കാരം.